നമസ്കാരം. പലരും പറയുന്ന ഒരു കാര്യമാണ്, അവരെനിക്കത് ചെയ്തു തന്നില്ല, ഇവരെനിക്കത് ചെയ്തു തന്നില്ല, അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഗോഡ് ഫാദർ ഇല്ല, ഗോഡ് മദർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എങ്ങും എത്താതെ പോകുന്നത്, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുന്നത് എന്നൊക്കെ പലരും പരാതിപ്പെടാറുണ്ട്. ഒരു കാലത്ത് ഞാനും ഇത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, നമ്മുടെ അഭ്യുദയകാംക്ഷികളെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, നമ്മുടെ ആത്മസുഹൃത്തുക്കളെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്യാം, ഞാൻ ചെയ്യാമോ, നീ അങ്ങ് തുടങ്ങിക്കൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം, നിൻ്റെ ആ സമയത്ത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അത് സാമ്പത്തിക കാര്യമല്ല, ശാരീരികമായ സഹായമായ തന്നെ പലരും നമുക്ക് വാഗ്ദാനങ്ങൾ തരും. നമ്മൾ പലരെയും വിശ്വസിച്ചാണ് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരായാലും മറ്റേ ഏത് മേഖലയിൽ പോകുന്ന ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ പറയാം, നീ അത് ചെയ്തു, അല്ല അങ്ങനെ നീ ജീവിച്ചു, ആ ഗൾഫിൽ കൊണ്ടുപോകാൻ ഞാൻ നിനക്ക് വിസ ശരിയാക്കി തരാം, അല്ലെങ്കിൽ നിനക്ക് ആ ജോലിക്ക് ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം ഒപ്പിച്ചു തരാം എന്നൊക്കെ പലരും പറയുന്ന സമയത്ത്, പക്ഷേ ഇതൊക്കെ ആ കാര്യത്തോട് അടുക്കുന്ന സമയത്ത് പലരും പിന്മാറിയതായിട്ട് പലരുടെ ജീവിതാനുഭവങ്ങളാണ്. പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ, മാങ്ങാണ്ടിയോട് അടുക്കുമ്പോൾ മാത്രമാണ് മാങ്ങയുടെ പുളി അറിയുന്നത്. നമ്മൾ ഒരാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്കൊരു ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ പലരും പിന്മാറാറുണ്ട്. അത് ലോകസഹജമായ കാര്യമാണ്, മനുഷ്യ സഹജമായ കാര്യമാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ആരും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഈ ലോകത്ത് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പരാജയത്തിന്, നമ്മളെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. നമ്മളെ പരാജയപ്പെടുത്തുന്ന ശക്തി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എന്ത് നേടണമെന്ന് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ, മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളോ ആശ്രയിച്ചല്ല ജീവിക്കേണ്ടത്. നമ്മൾ നമ്മുടെ തീരുമാനം ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഇത് പലപ്പോഴും സംഭവിച്ച സമയത്ത് ഞാനിവിടെ തരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ കൈയുടെ വേദന എൻ്റേതാണെങ്കിൽ, ഇപ്പോൾ കൈ മുറിഞ്ഞ് എനിക്ക് വേദന വരുന്ന സമയത്ത് ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ എൻ്റെ കണ്ണിലൂടെ കണ്ണീര് ഒഴുകുന്നുണ്ടെങ്കിൽ, എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകരും ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്നുള്ളത് തിരക്കഥ എഴുതേണ്ടത് ഞാനാണ്. അല്ല മറ്റാരെങ്കിലും എൻ്റെ ജീവിതത്തിന് തിരക്കഥ എഴുതിയാൽ എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റും? എൻ്റെ ജീവിതം എങ്ങനെയാണ് സംവിധാനം ചെയ്യേണ്ടത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാണ്. ഇതെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ വിജയപരാജയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. സഹായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തികഞ്ഞ പരാജയമായിരിക്കും. ആ സഹായഹസ്തം നമ്മളിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് പോകും. അതുകൊണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ വിശ്വസിച്ച് തുടങ്ങുക. പറയാറില്ലേ, 1000 വാതിലുകൾ മുട്ടിയോ ഒന്ന് തുറന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ മുട്ടിയാൽ തുറക്കാൻ നമുക്ക് വേണ്ടി അത് തുറക്കപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരാളിൽ മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മാത്രം നമ്മുടെ വിശ്വാസം അർപ്പിക്കാതെ നമ്മളിൽ വിശ്വസിച്ച് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അത് സാമ്പത്തിക കാര്യമായാലും നമ്മുടെ തൊഴിൽപരമായ കാര്യമായാലും എന്തായാലും നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എൻ്റെ ജീവിതത്തിൽ അത് പ്രൂവ്ഡ് ആണ്. പലരും ഇത് പറഞ്ഞ പോലെ പലരും എനിക്ക് സഹായഹസ്തവുമായി മുമ്പിൽ വന്നിട്ട് കൈ പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പം മരണക്കയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും തപ്പിപ്പോവും എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ. പക്ഷേ ആരെങ്കിലും കൈ നീട്ടുമ്പോൾ നമ്മൾ പൂർണ്ണം നമ്മുടെ സൈഡിൽ കൂടി ഒരു തടി ഒഴുകിപ്പോയാൽ തന്നെ നമ്മൾ ആ കൈയിലേക്ക് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൈ പിന്മാറിയാൽ ഈ തടി ഒഴുകിപ്പോവും, ആ കൈയും പോകുമ്പോൾ നമ്മുടെ ജീവിതം ആഴങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഡെസ്റ്റിനി തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുക നമ്മുടെ ജീവിതം എങ്ങനെ ആയിത്തീരണമെന്ന്, മറ്റുള്ളവരല്ല. നമ്മുടെ പരാജയത്തിന് കാരണം നമ്മൾ തന്നെയാണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്സിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.